തുടർമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസപ്രാർത്ഥനയുടെ ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വിലയേറിയ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാനും സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. തുടർമാന ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ ദാസന്മാരെ, കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖവരകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ രാത്രിയിലെ വചനചിന്തയ്ക്ക് വേണ്ടി കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇന്ന് രാത്രിക്ക് വേണ്ടി നമുക്ക് ചിന്തിക്കാം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് ഞാൻ ഒരു തലക്കെട്ട് കൊടുത്താൽ ഒറ്റ വാക്കിൽ പറയും: പുതുക്കം പ്രാപിക്കുക. ദൈവത്തിൻ്റെ വചനത്തിലോട്ട് നമ്മൾ വരുമ്പോൾ 6ഓളം പുതുക്കങ്ങളെക്കുറിച്ച് ദൈവവചനം ഓർപ്പിക്കുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇത് കവനൻ്റൽ റിന്യൂവൽ, ഉടമ്പടിയുടെ പുതുക്കം. റോമാലേഖനം 12-1 മുതൽ വായിക്കുമ്പോൾ റിന്യൂവൽ ഓഫ് യുവർ മൈൻഡ്, മനസ്സിൻ്റെ പുതുക്കം. യെശയ്യാവ് 40-28 മുതൽ വായിക്കുമ്പോൾ റിന്യൂവൽ ഓഫ് യുവർ സ്ട്രെങ്ത്, ശക്തിയുടെ പുതുക്കം. 1 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വായിക്കുമ്പോൾ റിന്യൂവൽ ഓഫ് യുവർ ഫെയ്ത്ത്, ശ്വാസത്തിൻ്റെ പുതുക്കം. അപ്പോൾ തന്നെ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ റിന്യൂവൽ ഓഫ് യുവർ തോട്ട്, റിന്യൂവൽ ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആത്മാവ് സംബന്ധിച്ച് ആത്മാവിൻ്റെ പുതുക്കം. അടുത്തത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ റിന്യൂവൽ ഓഫ് യുവർ വിഷൻ, ദർശനത്തിൻ്റെ പുതുക്കം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പുതുക്കങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് പറയുക, കൊലോസ്യർ 3:10 പറയുക, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം അല്ലേ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് എങ്ങനെയാണോ അതുപോലെ നാം എന്ത് ചെയ്യണം? പുതുക്കപ്പെടണം. ഈ ഭാഗമൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം ഒരല്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, AD 60-62 കാലഘട്ടത്തിലാണ് പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ 1ാമത് തടവിലായത്. ആ തടവിലാകുന്നതിന് മുമ്പുള്ള 3 വർഷം അദ്ദേഹം എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായിരുന്നു. താൻ എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലഘട്ടത്തിൽ താൻ നിമിത്തം ആത്മനിയോഗം പ്രാപിച്ച തൻ്റെ നിജപുത്രനാണ് എപ്പപ്രാസ് ദൈവാത്മാവിൻ്റെ സഹായത്തോട് കടന്നു ചെന്ന് പ്രവർത്തനം ആരംഭിച്ച പട്ടണമാണ് കൊലോസ്യ പട്ടണം. അവിടെ സഭ വളർന്നു, ദൈവപ്രവൃത്തികൾ സംഭവിച്ചു. ഇതെല്ലാം ദൈവം ചെയ്യുമ്പോൾ തന്നെ ദൈവസഭയുടെ എതിരാളിയായ പിശാച് അടങ്ങിയിരുന്നില്ല. എങ്ങനെയും ഇവിടെയുള്ള ദൈവമക്കളുടെ മനസ്സ് ക്രിസ്തുവിങ്കിൽ നിന്നുള്ള ഏകാഗ്രതയിൽ നിന്ന് തെറ്റിക്കുവാൻ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ വല്ലാതെ തന്നെ പരിശ്രമിച്ചു. കൊലോസ്യ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ സഭയ്ക്കെതിരെ പോരാടിയത് 13ഓളം ദുരുപദേശങ്ങളാണ്. 7 എബ്രായ മതത്തിൽ നിന്നും 6 ഇതര മതങ്ങളിൽ നിന്നും, അങ്ങനെ 13ഓളം ദുരുപദേശങ്ങളുടെ ഒരു കടന്നുകയറ്റവും പോരാട്ടവും കൊലോസ്യ സഭയ്ക്ക് നേരെ ഉണ്ടായി. ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഒന്നും നിൽക്കാൻ പറ്റാതെ, എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണമെന്നറിയാതെ പൗലോസ് ഒന്ന് അന്താളിച്ചു പോയി.
ഈ സമയത്താണ് അദ്ദേഹം ആത്മനിയോഗത്തോടുകൂടി ഒരു യാത്രയ്ക്ക് തയ്യാറായത്. ആ യാത്ര എന്ന് പറയുന്നത് കൊലോസയിൽ നിന്ന് 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിൻ്റെ അടുക്കിലേക്കായിരുന്നു. പൗലോസിൻ്റെ അടുക്കൽ ചെന്ന് സഭ നേരിടുന്ന സകല പ്രതിസന്ധികളെക്കുറിച്ചും അദ്ദേഹത്തെ അറിയിച്ചു. ഇതൊക്കെ അറിയിച്ചപ്പോൾ പൗലോസിൻ്റെ പ്രതികരണമാണ് കൊലോസർ 1:9. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കും. അപ്പം എന്ത് കേട്ടാലും ദൈവമക്കളുടെ പ്രതികരണം എന്തായിരിക്കണം? പ്രാർത്ഥനയായിരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമുക്കതേ അറിയത്തുള്ളൂ. പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കാനേ അറിയത്തുള്ളൂ. മിക്കവാറും പ്രാർത്ഥിക്കാറില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം കൊടുത്ത നിയോഗമാണ് സഭയെ അറിയിക്കുന്നത്. ഇങ്ങനെ പോരാ, ഇച്ചിരൂടെ ഒരു പുതുക്കം വേണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇച്ചിരൂടെ ഒരു പുതുക്കം വേണം. ഞാൻ ഇന്ന് രാത്രി 2 കാര്യമാണ് പുതുക്കത്തോടുള്ള ബന്ധത്തിൽ പറയാൻ പോകുന്നത്. പുതുക്കം എന്നതിൻ്റെ മൂലപദം അനാക്കാനിയോസ് എന്നൊരു പദമാണ്. അനാക്കാനിയോസ്. ആ പദത്തിൻ്റെ അർത്ഥം ഇതാണ്: കംപ്ലീറ്റ് ചേഞ്ച് ഫോർ ദ ബെറ്റർ. ഏറ്റവും ശ്രേഷ്ഠമായതിന് വേണ്ടിയുള്ള സമൂലമായ മാറ്റം. പുതുക്കത്തിന് 2 വശമുണ്ട്. ഒന്ന് നമ്മളിൽ സംഭവിക്കേണ്ട പുതുക്കം, മറ്റൊന്ന് ദൈവം സമ്മാനിക്കുന്ന പുതുക്കം. ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഇഷ്ടപ്പെടുന്നത് ദൈവം സമ്മാനിക്കുന്ന പുതുക്കത്തെക്കുറിച്ചാണ്. പക്ഷെ പ്രാരംഭത്തിൽ പറയുവാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നത് നമ്മളിൽ സംഭവിക്കേണ്ട പുതുക്കത്തെക്കുറിച്ചാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളിൽ ഒരു പുതുക്കം നടക്കണം. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു പുതുക്കം സംഭവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുതുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എത്ര മഴ പെയ്താലും കമഴ്ന്നിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് അത് എന്ത് ചെയ്യത്തില്ല? നിറയത്തില്ല, അല്ലേ? അത് നിറയണമെങ്കിൽ ആ വെസല് പ്രോപ്പറായിരിക്കണം. ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പ്രോപ്പറാക്കണം? 3 പ്രധാനപ്പെട്ട പുതുക്കങ്ങളെ കുറിച്ചാണ് പൗലോസ് ആ ലേഖനത്തിൽ ആ അധ്യായത്തിൽ പറയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 8-ാം വാക്യം, 12-ാം വാക്യം നിർത്തി ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 8-ാം വാക്യം, 12-ാമത്തെ വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. മതി. ഇനി 8-ാം വാക്യം വായിച്ചേ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. ഇനിയും 12-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. മതി. 5-ാം വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എനിക്ക് തോന്നുന്നില്ല ഇതുള്ളവരൊന്നും ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഇല്ല. ഇതുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല സഭ. ആണോ? അല്ല, ഒരിക്കലും അല്ല. നിങ്ങളങ്ങാപ്പാടെ ഗ്ലൂമി ആയല്ലോ. അല്ല, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ലോങ് ടേമിൽ അവർ തുടരത്തില്ല. പിന്നെ ഇതിനകത്ത് ഈ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്: അവയിൽ ജീവിച്ചിരുന്ന ഈ ഭാഗം നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അടുത്ത വാക്യം: അവയിൽ ജീവിച്ചിരുന്ന കാലം. അപ്പം നമ്മുടെ ഒരു പൂർവ്വകാലത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അത് സത്യം അല്ലേ? നമ്മുടെ എല്ലാം പൂർവ്വകാലം ഒരേ പൂർവ്വകാലമാണ്. നിങ്ങൾ തിരുവനന്തപുരത്തെ വീടിൻ്റെ പാരമ്പര്യം പറയും, ഞാൻ റാന്നിലെ വീടിൻ്റെ പാരമ്പര്യം പറയും. പക്ഷെ സത്യത്തിൽ നമ്മളെല്ലാം ഒരുപോലെ അല്ലേ? ദുർനടപ്പുകാരും, അശുദ്ധരും,
ദുർമോഹികളും അല്ലേ? അല്ലേ? ആന്നു. ഞാൻ സർവ്വസാധാരണമായിട്ട് നാട്ടിലാണ് ഈ മുണ്ട് ഷർട്ടും ധരിക്കും. എൻ്റെ പിതാവ് പാൻറ് ഷർട്ടും ധരിച്ച് എവിടെ എൻ്റെ കൂടെ വരാറുള്ളൂ. എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു, മുണ്ടും ജുവായും ആയിരുന്നു അദ്ദേഹം ധരിക്കും. അപ്പച്ചൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല, വീട്ടിൽ ഇരിപ്പുണ്ട്. മുണ്ടുണ്ട്, ഷർട്ടൊന്നുമല്ല, മേമുണ്ടെന്ന് പറയുന്നൊരു സാധനം. മേമുണ്ട് കുറിയാണ്ടൊക്കെ ധരിച്ച ഒരു ഫോട്ടോയാണ്. ഞാൻ എൻ്റെ വല്യപ്പനോട് ചോദിച്ചിട്ടുണ്ട്, വല്യപ്പൻ്റെ കാലത്തൊക്കെ ആൾക്കാർ ധരിക്കുന്നു. അന്നേരം അന്നത്തെ കാലത്ത് ആൾക്കാർ ഈ മുണ്ടൊന്നുമില്ല, കുറിയാണ്ട് മാത്രമാണ് ധരിച്ചത്. അതിൻ്റെ മേളത്തെ പുള്ളിക്ക് അതും കാണത്തില്ലായിരിക്കും. ഇത് തന്നെയാണ് നിങ്ങളുടെയും വല്യപ്പൻ്റെ ചരിത്രം അല്ലേ? അപ്പം നമ്മളെല്ലാവരും ഒരുപോലായിരുന്നു. അങ്ങനെ ആയിരുന്ന നമ്മളെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് സഭയ്ക്കകത്ത് ദൈവം കൊണ്ടാക്കി. അതുകൊണ്ട് സഭയ്ക്കകത്തായിരിക്കുന്ന നമ്മളിൽ ഇതൊന്നും പാടില്ല. അവയിൽ ജീവിച്ചിരുന്ന ഒരു കാലം, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, ഇതൊക്കെ നമ്മുടെ പൂർവ്വകാലം. പക്ഷെ അവിടെ നിന്ന് വന്നിട്ട് 8-ാം വാക്യം നോക്കിക്കേ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം. 5-ാം വാക്യത്തിൽ നിന്ന് വന്നിട്ടും ബട്ട് നൗ, ഇപ്പോഴോ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന, ഇതെല്ലാം ഹോൾസെയിൽ കച്ചവടം നടത്തുന്നവർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. 5-ാം വാക്യത്തിൽ നിന്ന് വന്നിട്ടും 8-ാം വാക്യത്തിലെ സകല ഇൻഗ്രീഡിയൻസും, ഹലോ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? കച്ചവടം ചെയ്യുന്നവർ പലരും സഭയ്ക്കകത്ത്, കോപത്തിൻ്റെയൊക്കെ ഹോൾസെയിൽ ബിസിനസ്സുകാർ വീട്ടിൽ. അവിടുന്നും മുന്നോട്ട് പോണം. പഴയ 5-ാം വാക്യമില്ലേ, അവിടുന്ന് 8-ാം വാക്യത്തിൽ വന്ന് സ്റ്റക്കാകരുത്. അവിടുന്ന് മുന്നോട്ട് പോകണം. നമ്മളെ റിനോവേറ്റ് ചെയ്യണം, നമ്മളെ പുതുക്കണം, നമ്മളെ റിന്യൂവൽ ചെയ്യണം. എന്നിട്ട് എങ്ങോട്ട് വരണം? 12-ാം വാക്യത്തിലോട്ട് വരണം. എന്താ അവിടെ വായിക്കുന്നത്? ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധരുമായി പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഉണ്ടോ ചിലർക്ക് ആരോടും കോപമൊന്നുമില്ല, ആരോടും ഈർഷ്യയില്ല, പക്ഷെ ആരോടും ഒരു ദയയില്ല. അവരെ കൊണ്ട് ആർക്കും ഒരു ഗുണം, സ്വന്തം കാര്യം നോക്കുന്നവർ. എനിക്കറിയാം, ഞാൻ ഈ പറയുന്നൊന്നും സ്വോത്രം പറയാൻ പറ്റിയ ഒരു വകുപ്പല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും വചനം ഇങ്ങനെ നമ്മളെ മാറ്റണ്ടേ? അപ്പോൾ റിന്യൂവൽ, എന്താ റിന്യൂവൽ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ്. നമ്മളെ അതെന്ത് ചെയ്യണം? അത് നമ്മളെ പൂർണ്ണരാക്കണം. സ്വത്രം. ഓരോ വചനം കേൾക്കുമ്പോഴും, ഓരോ പാട്ടിലും, ഓരോ കയ്യടിയിലും, ഓരോ അന്യഭാഷ പറയുമ്പോഴും, ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും ഇത് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പുതുക്കിക്കൊണ്ടിരിക്കണം. ദയ, മനസ്സലിവ്, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. സ്തോത്രം. ഇവിടോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ പഴയ ജീവിതത്തിനകത്തൊന്നും ഒരു മാറ്റവും. പഴയ മനുഷ്യരെന്നെ പ്രാകൃതരല്ലേ? നമ്മുടെയൊക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, റാന്നിയിലെ ഒരു കുടിയേറ്റ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കുടിക്ക് ഒരു കുറവില്ലാത്തവർ. ഈ ഞങ്ങളുടെ അമ്മാച്ചന്മാരെന്നൊക്കെ പറയുന്ന ഒന്ന് വല്ല സ്വഭാവത്തിൽ വല്ല മാറ്റം ഉണ്ടായിരുന്നു. ഈ എത്ര അന്യഭാഷയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡ്സിലാണ് നമ്മുടെ ഈ ജഡസ്വഭാവം പോകുന്നത്. നിസ്സാര ഒരു ഉദാഹരണം ഞാൻ പറയാമേ. ഞാൻ നമ്മുടെ പാസ്റ്റർ വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, വണ്ടിയല്ലേ, പുള്ളി പോലും അറിഞ്ഞില്ല. ഞാനിങ്ങനെ വണ്ടി ഇരുന്നപ്പം എൻ്റെ മോൻ വിളിച്ചേച്ച് പറഞ്ഞു, അപ്പോൾ നമ്മുടെ ദേണ്ട ആ വണ്ടി കണ്ടോ, അത് ദേണ്ട ഒരാൾക്ക് കൊടുത്തതാ, ഇടിച്ച് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് കൈ തന്നിരിക്കുന്നതിൻ്റെ ഫോട്ടോയാ. സ്വോത്രം.
പെട്ടെന്ന് ഞാൻ ഓർത്തു, എൻ്റെ ദൈവം ഉപകാരം ചെയ്യാൻ പോയോണ്ടല്ലേ. ഒരു സെക്കൻഡത്തേന് എനിക്കങ്ങ് ദേഷ്യം വന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ഏതായാലും വണ്ടിയല്ല ഇടിച്ചോളോ, ആളിനൊന്നും. ഇതൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതല്ല ഉള്ളോ. സ്വത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ പലതിനോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമങ്ങ്. ഈ നമുക്കുണ്ടാകുന്ന ഏത് ഭൗതിക നഷ്ടത്തെ നമുക്ക് കോംപ്രമൈസ് ചെയ്യത്തില്ലേ, നമുക്ക് നാളെ അതിനെ തിരിച്ചു പിടിക്കത്തില്ലേ. അതേസമയം നമ്മുടെ ആത്മാവിനൊരു നഷ്ടം ഉണ്ടായാൽ, അപ്പം ഇതൊരു വലിയൊരു സംഭവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ഒരു വലിയ മേജർ പാർട്ട് നമുക്കുണ്ട്. എന്താ ഉള്ള പാർട്ട്? നമ്മുടെ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ വിഷയങ്ങളെ നമ്മൾ കാണേണ്ടത്. ഒരു പാട്ടിലും ഒരു കയ്യടിയിലും ഒരു അന്യഭാഷയിലും ഒരു ഉപവാസത്തിലും ഒന്നും തീരുന്നതല്ല നമ്മൾ ഇടപെട്ടിരിക്കുന്ന ഏർപ്പാട്. നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമ്മൾ ഇടപെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്ന സംഭവമൊക്കെ? അച്ഛൻ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ നിത്യത. ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എൻ്റെ പാസ്റ്ററെ ഇന്ന് വരെ നിങ്ങൾ ഏത് നെറ്റിലടിച്ച് നോക്കിയാലും ശാസ്ത്രം കണക്ക് കൂട്ടിയിട്ടില്ല പ്രപഞ്ചത്തിൻ്റെ വലിപ്പം. പിന്നെ 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുണ്ട്. ഓരോ ദിവസവും അതിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ള മഹാപ്രപഞ്ചം, അതിനകത്ത് ഒരു സൂര്യൻ നിപ്പുണ്ട്. 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസം, 5,500 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ സൂര്യൻ ഇങ്ങനെ തിളച്ചു മറിയുന്നത്. തൊട്ടപ്പുറത്ത് 3,474 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രൻ, അതിൻ്റെ അപ്പുറത്ത് എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ പൂച്ചെടികൾ, 4,000-നും 5,000-നും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ. ഇതിനെയൊക്കെ ഉളവാകട്ടെന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ മഹാദൈവം. അപ്പൊ നമ്മുടെ ദൈവം ആരാ അല്ലെ? ഒറ്റ വാക്കുകൊണ്ട് ഇതിനെയെല്ലാം ഉളവാക്കിയ മഹാദൈവം. ഈ ഭൂമിയിൽ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രം എന്ന് പറയുന്ന സൂര്യനാ. എത്ര ദൂരമാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്? 9.5 കോടി കിലോമീറ്റർ അല്ലെ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പ്രോക്സിമ സെഞ്ചുറി, 4.25 ദശലക്ഷം പ്രകാശവർഷം അപ്പുറത്താണ് നിൽക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ഭൂമിയിൽ നിന്ന് ഈയിടെ സ്പേസിൽ നിന്ന് കുറച്ച് പേര് ഭൂമി വന്നു. സ്പേസ് എവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഭൂമിയിൽ നിന്ന് ഭ്രമണപഥത്തിൽ നിന്ന് 175 മുതൽ 600 കിലോമീറ്റർ അപ്പുറത്ത് മനുഷ്യനിർമ്മിതമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഏത്? അവിടെ നിന്ന് 17,000 മുതൽ 27,000 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന ഒരു ഷട്ടിലേല് 4 പേര് പോന്നിട്ട് അവർ ഫ്ലോറിഡയിലെ കടലിൽ ഇറങ്ങാൻ എത്ര മണിക്കൂർ എടുത്തു? 17 മണിക്കൂർ. അങ്ങനെയാണ് ആ സാധനത്താൽ സൂര്യനിലോട്ട് പോയാൽ അവിടെ ചെല്ലാൻ എത്ര മണിക്കൂർ എടുക്കും? 600 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് വന്നിട്ട് 17 മണിക്കൂർ എടുത്തെങ്കിൽ 9.5 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യനിൽ ചെല്ലണമെങ്കിൽ അതിനപ്പുറത്ത് 4.25 ദശലക്ഷം പ്രകാശവർഷം അപ്പുറത്ത് നിൽക്കുന്ന പ്രോക്സിമ സെഞ്ചുറി ചെല്ലണൽ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഈ സ്ഥാനത്താണ് പൗലോസിനോട് ചോദിച്ച് നമ്മൾ പോകും. എപ്പോഴാ? കാഹളം ധ്വനിക്കുമ്പം. എങ്ങനെ? എങ്ങോട്ട് പോകും? നീലാകാശം കടന്ന് അല്ലെ. ഈ പ്രോക്സിമ സെഞ്ചുറി സൂര്യനും എണ്ണമറ്റ നക്ഷത്രങ്ങളും മിൽക്കി വേയും ഗാലക്സി എല്ലാം കടന്നേച്ച് നമ്മുടെ യേശു വസിക്കുന്ന നാട്ടിലോട്ട് നമ്മൾ പോകും. എപ്പോഴാ പോകുന്നത്? കാഹളം ധ്വനിക്കുമ്പം. എങ്ങനെ പോകും? മരിച്ചവർ പറ അക്ഷയരായിട്ട് ഉയർക്കും. പെട്ടെന്ന് അതാ കണ്ണിമയ്ക്കുന്നതിനിടെ. അന്നേരം എന്തോ സ്പീഡായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തോ ആയിരിക്കും ആ സിസ്റ്റം. കല്ലറയിൽ ഇരിക്കുന്നവരവന്റെ സ്വരം കേൾക്കും, ഒരു രൂപാന്തരപ്പെടും. ജീവനോടിരിക്കുന്ന ഭക്തന്മാർ തേജസ്കരിക്കപ്പെടും. ഇത്ര വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യത്തിൽ ഇടപെട്ടാലും നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ വേണം എല്ലാത്തിനെയും എന്ത് ചെയ്യാനായിട്ട്? അനലൈസ് ചെയ്യാൻ. സ്തോത്രം. ഈ ഇടുക്കി ഡാം പണിത സമയത്ത് കുറെ എഞ്ചിനീയർമാരുണ്ടായിരുന്നു, ഭക്തരായ കേരളത്തിലെ കുറെ. സേവ്യർ സാറ്, ക്ലീറ്റസ് സാറ് ഇവിടുത്തുകാരനായിരുന്നു. സേവ്യർ സാർ ഉണ്ണാമലക്കടക്കാരനായിരുന്നു.
ഉണ്ണാമലക്കട സേവ്യർ സാർ എഴുതിയൊരു ട്രാക്റ്റ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. പോയോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കളക്ഷനിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഹെഡിങ് ഭയങ്കരമാണ്. ഒറ്റ വാക്ക: അവർക്കാകാം നിനക്ക് പക്ഷേ. അതാ ഹെഡിങ്. അവർക്കാകാം നിനക്ക് പക്ഷേ. നാട്ടുകാർക്കെല്ലാം ചെയ്യാം, പക്ഷെ നമുക്ക് പക്ഷേ. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ വേണം ചിന്തിക്കാൻ. നമുക്കൊരു കാര്യം പാപമാകുന്നത് പോലും നമ്മുടെ ഉത്തരവാദിത്വവുമായിട്ടുള്ള ബന്ധത്തിലാ. അല്ലേ? വാട്ട്സ് എ മീനിങ് ഓഫ് സിൻ? പാപം എന്ന് പറഞ്ഞാൽ എന്താ പാപം? ഒരു കാര്യം എങ്ങനെയാ പാപമാകുന്നത്? ഉൽപ്പത്തി 3:7 ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടി തുന്നി അരയാട ഉണ്ടാക്കി. വെയിലറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച മനുഷ്യനും ഭാര്യയും കേട്ടു. യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ നടുവിൽ മനുഷ്യൻ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നെന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? അപ്പം മനുഷ്യൻ പറയാ, എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. യഹോവയായ ദൈവം സ്ത്രീയെ വിളിച്ച്, നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയെന്ന് സ്ത്രീ പറഞ്ഞു. അടുത്ത വാക്യം: യഹോവയായ ദൈവം പാമ്പിനോട് എന്തോ അല്ലല്ല, യഹോവയായ ദൈവം പാമ്പിനോട് ആദാമിനോട് നോക്കിക്കേ, ആദാമിനോട് ചോദിച്ചത് ഹവ്വായോട് ചോദിച്ചു. പാമ്പിനോട് ആദാമിനോട് ചോദിച്ചു, ഹവ്വായോട് ചോദിച്ചു, പാമ്പിനോട്. എൻ്റെ ചോദ്യം, ബൈബിളിൽ മനുഷ്യനോട് മാത്രമേ ചോദിക്കത്തുള്ളൂ? മൃഗങ്ങളോട് ചോദിക്കത്തില്ലേ? മൃഗങ്ങളോട് ചോദിക്കത്തില്ലെങ്കിൽ പിന്നെ ബിലയാമിനെ കൊണ്ടു നടന്ന കഴുതയൊന്നും അത്രയും വെപ്രാളപ്പെടേണ്ട ഒരു കാര്യവും. അതിനെക്കാട്ടി രസം യോനയെ വിഴുങ്ങ തിമിംഗല. ഞാൻ ഈ ഇടയിലെ പത്രത്തിൽ വായിച്ചു, തിമിംഗലെല്ലാം കൂടെ എനിക്കൊന്ന് ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയിരിക്കും, അല്ലെ പിന്നെ അങ്ങനെ തെറ്റേണ്ട കാര്യമില്ലല്ലോ. ന്യൂസിലൻഡ് തീരത്തൂടെ പോയി ശ്വാസം കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ ചത്തു. ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, യോനെ വിഴുങ്ങി തിമിംഗലത്തിനെടുക്കില്ല. ഞാൻ തിമിംഗലത്തിനോട് ചോദിച്ചു, നീ എന്തിനാ ഈ ഉദ്ദേശിയെ കൊണ്ട് തീരത്ത് തന്നെ ഛർദ്ദിച്ചത്? നിനക്ക് ഇങ്ങനെ നടുക്കടലങ്ങ് ഛർദ്ദിച്ചാൽ പോരായിരുന്നു. അന്നേരം തിമിംഗലം എന്നോട് പറയാം, എൻ്റെ പൊന്നുപാസ്റ്റർ, ഇവരുടെ ബൈബിൾ കോളേജിൽ നീന്ത് പിടിപ്പിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഛർദ്ദിച്ചത് നടുക്കടലിലാണെങ്കിൽ പുള്ളി ഇനി നീന്തറിയാതെ ചത്തുപോയാൽ ദൈവം എന്നെ നീറ്റിലും നിലയിലും. അപ്പോൾ ഒരാളോട് ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ ഒരു കമ്മിറ്റ്മെൻ്റ് ഏൽപ്പിക്കണം, അല്ലേ? ജിജി പാസ്റ്റർ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ചോദിച്ചു, പാസ്റ്ററെ 11:30 വരത്തില്ലേ? എത്ര പേരെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ എന്നോട് മാത്രമേ അത് ചോദിച്ചുള്ളൂ. കാരണം എന്താ? നിങ്ങളെ വന്ന് ശുശ്രൂഷിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് നീതതാ, ഒരു ഉത്തരവാദിത്വം ഏറ്റതാ. അപ്പോൾ ആദമിനോട് ചോദിക്കാൻ കാര്യം ഉത്തരവാദിത്വം ഏൽപ്പിച്ചോണ്ട്. ഹവ്വയോട് ചോദിക്കാൻ കാര്യം ഉത്തരവാദിത്വം ഏൽപ്പിച്ചോണ്ട്. പാമ്പിനോട് ചോദിക്കാൻ എൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം. നമ്മളോട് ചോദിക്കാൻ കാര്യം അത് തന്നെ. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫെയിലിയർ ഓഫ് കമ്മിറ്റ്മെന്റ്സ്. ഒരു കാര്യം പാപമാകുന്ന എപ്പോഴാ? അതാ ഉത്തരവാദിത്തമായിട്ട് ബന്ധത്തില്ല. ഞാനിവിടെ വന്ന് PMG ചർച്ചിൻ്റെ ഈ മേളത്തെ ചർച്ച വന്ന് വലിയ ബഹളത്തിലൊക്കെ പ്രസംഗിച്ചു. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അവിടോട്ട് ഇറങ്ങി നിന്ന് ഒരു സിഗരറ്റ് വലിക്കുക എന്ന് വിചാരിച്ച്. ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല സിഗരറ്റ്, അല്ലേ? കള്ളും കുപ്പിയിലും തൊട്ടിട്ടില്ല. സിനിമാ കോട്ടയുടെ അകത്ത് കയറിയിട്ടേ ഇല്ല. ഒറ്റ മനുഷ്യൻ പോലും സ്വോത്രം പറഞ്ഞുമില്ല, പറയത്തുമില്ല. എനിക്കറിയാതെ നിങ്ങളെ കൊണ്ട് ഞാൻ സ്വോത്രം പറയിപ്പിക്കണമെങ്കിൽ ഞാൻ ആരെയും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് തുറന്ന ജയിലിൽ വെച്ച് ട്രാക്റ്റ് കിട്ടി മാനസാന്തരപ്പെട്ടാലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങൾക്കതാ സാക്ഷ്യം. ബന്ധുക്കോസുകാർക്ക് അതാ സാക്ഷ്യം. 43 വയസ്സിനിടെ ഇന്ന് വരെ കള്ള് ഷാപ്പ് കണ്ടിട്ടില്ലെന്നും സിനിമാ കോട്ടയുടെ അകത്ത് കയറിയിട്ടുമില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ദയനീയതയോടെ നോക്കുന്നതല്ലാതെ. അതുകൊണ്ടാണല്ലോ ഞങ്ങളാരും ഞങ്ങളുടെ സാക്ഷ്യം എങ്കും പറയാത്തത്. കാര്യം നമുക്കെന്തോ ഇല്ല, സാക്ഷി ഇല്ല.
ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ആ മ്ലേച്ഛതയുടെ ഒന്നും പുറകെ പോകാതെ മര്യാദയ്ക്ക് ജീവിക്കുന്നതാണോ സാക്ഷ്യം, അതോ സകല തോന്നിവാസവും ചെയ്തേച്ച് തിരിച്ചു വരുന്നതാണോ സാക്ഷ്യം? നിങ്ങൾ തന്നെ ചിന്തിയില്ല. ഞാൻ പറഞ്ഞു ഉദാഹരണം, ഇവിടെ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് ഞാൻ ആ കവലയിൽ നിന്ന് പുകവലിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്നെ പറയും അങ്ങേര് പാപം ചെയ്യും അല്ലേ? അങ്ങനല്ലേ പറയത്തുള്ളൂ. അങ്ങേര് കണ്ട അയാള് എടാ നാട്ടുകാരൻ വലിച്ച പുക, ഞാൻ വലിച്ച നാട്ടുകാരൻ കണ്ട സിനിമ, നീ ചെയ്ത മക്കളെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നാട്ടുകാരൻ നടത്തിയ വീട്ടുവഴക്ക് നമ്മൾ ചെയ്ത, നാട്ടുകാരൻ നടത്തിയ അമ്മായിമ്മപ്പോര് നമ്മൾ ചെയ്ത, നാട്ടുകാരൻ നടത്തിയ മരുമോടെ ധാഷ്ട്യം നമ്മൾ ചെയ്ത. അപ്പോൾ ഒരു കാര്യം പാപമാകുന്നത് എപ്പോഴാ? ഉത്തരവാദിത്വമായിട്ടുള്ള ബന്ധത്തിൽ. ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ പറഞ്ഞ എന്തല്ല ഉത്തരവാദിത്വം. ഒരു സ്ത്രീയുടെ ഭർത്താവാ ഞാൻ, 3 കുഞ്ഞുങ്ങളുടെ അപ്പനാ ഞാൻ, ഒരപ്പൻ്റെ അമ്മയുടെയും മകനാ ഞാൻ, ഒരു സഭയുടെ പാസ്റ്ററാ ഞാൻ, ഒരു വലിയ സെൻറ്ററിൻ്റെ പാസ്റ്ററാ ഞാൻ, അതിനേക്കാളെല്ലാം ഒരു ലോകമെമ്പാടുമുള്ള ഒരു സമൂഹത്തോട് യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ദൈവാസനാ ഞാൻ. അപ്പോൾ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്വം, അതിലേതിൽ ഞാൻ പരാജയപ്പെട്ടാലും ഞാൻ ആരായി മാറുക? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാപമറിഞ്ഞിട്ടും പാപം ചെയ്തില്ലെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാവോ? ഏൽപ്പിച്ച ഉത്തരവാദിത്വമെല്ലാം ഈ വലിച്ചു വാരിയൊന്നും ചെയ്യരുത്. ഏൽപ്പിച്ചതെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, പാസ്റ്റർ എന്ന നിലയിൽ, ദൈവത്തിന് സ്തോത്രം, വിശ്വാസി എന്ന നിലയിൽ, മൂപ്പൻ എന്ന നിലയിൽ, ദൈവം ഏൽപ്പിച്ച എല്ലാ കമ്മിറ്റ്മെന്റിനകത്തും നമ്മൾ ആരായിരിക്കണം? ഉറക്കപ്പുറ പെർഫെക്റ്റ് ആയിരിക്കണം. എങ്ങനെ സാധിക്കും? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനത. ഇവിടെയാണ് ദൈവകൃപയുടെ സഹായം ചോദിക്കേണ്ടത്. കാറയിലോട്ട് കയറിയപ്പോൾ പാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എപ്പോഴാണ് പാസ്റ്റർ ഈ മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്ത്? ഞാനൊരു രാത്രി കുറഞ്ഞത് 6-7 മണിക്കൂർ ഇരുന്നേച്ചാ ഒരു മെസ്സേജും കൊണ്ട് വരുന്നത്. സ്വതന്ത്രം ദൈവസന്നിധിയിൽ ഈ വെട്ടുവഴിച്ച് കിട്ടുന്ന ഉറക്കങ്ങൾ. ചില സമയത്തൊക്കെ വചനവുമായിട്ടിരുന്നാൽ ഞാൻ ഇരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ദൂതുകളുമായിട്ട് വരുമ്പം ചുമ്മാതെ കോട്ടുവായും വിട്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കാകെപ്പാടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. കാരണം ഒന്നും പാഴ്വാക്കായിട്ടല്ല നമ്മൾ വരുന്നത്. ദൈവദാസന്മാരെല്ലാം അങ്ങനെ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ചും ഒത്തിരി ഉത്തരവാദിത്വങ്ങളും ജോലിയൊക്കെ ചെയ്യുന്ന ദൈവാസന്മാരെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്തും അതിനപ്പുറത്ത് അവർ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ അവർ ആ മെസ്സേജ് റിവീൽ ചെയ്യാനായിട്ട് ദൈവം ചുമ്മാ ഒന്നും തരത്തില്ല. ഞാൻ പറയും, ഇതുപോലെ ഇച്ഛായെണ്ണ വരപ്പിക്കുന്ന ഒരു ദൈവം. 7:30 അതിൻ്റെ സഭായോഗം, വെളുപ്പിനെ 4 കഴിയാതെ പുള്ളി തരത്തില്ല. സ്വത്രം ഒരു കണ്ണിച്ചോരയും കാണിക്കത്തില്ല. സ്വത്രം കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഇനിയും 10 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഇരിക്കാൻ ഇഷ്ടപ്പെട്ടു പോയി. ഇതൊരു ബാധ്യതയല്ല, ഇതൊരു ബാധ്യതയായിട്ട് കാണരുത്. സ്തോത്രം. എൻ്റെ പൊന്നു പ്രിയം, ഇതുപോലൊരു പുസ്തകം, ജീവിതത്തെ ഇതുപോലെ തിരിക്കുന്ന ഒരു പുസ്തകം, ജീവിതത്തെ ഇതുപോലെ തിരുത്തുന്ന ഒരു പുസ്തകം, ഒരാളെ ഇതുപോലെ എക്വിപ്പ് ചെയ്യുന്ന ഒരു പുസ്തകം. സ്തോത്രം. ഹോ, അപ്പൊ പുതുക്കത്തിൻ്റെ 1ാമത്തെ ലെവൽ അത് സമ്പൂർണ്ണമായിരിക്കണം. ഇനി 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 പുതുക്കത്തിൻ്റെ 2ാമത്തെ ലെവൽ കൊലോസ്യർ 3:6. സ്തോത്രം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. നിങ്ങളും ഞാൻ പുതുക്കത്തെ കുറിച്ച് 2ാമത് പറയും. ഓഫ് കോഴ്സ് ഇറ്റ് ഷുഡ് ബി പേഴ്സണൽ. ഇത്
വ്യക്തിപരമാകണം. പുതുക്കം എന്താകണം? നിങ്ങൾ അവയിൽ ജീവിച്ചു. മാറ്റം ഉണ്ടാകേണ്ടതും നിങ്ങളില്ല. ഈ ഓരോ മെസ്സേജ് കേൾക്കുമ്പോഴും അതാരോടൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇത് ഈ അച്ഛനാണ്, അത് ആ കൊച്ചിനാണ്, അത് അമ്മാമ്മയ്ക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിച്ച് ചിറങ്ങിയപ്പോൾ ഒരു അമ്മാമ്മ കൊച്ചിനോട് പറയുന്നത് കേട്ടു, എടി മോളെ, മൊത്തം ഏറ്റെടുത്തോണം, എല്ലാം നിനക്കുള്ളതായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ആർക്കൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളത് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, നാട്ടുകാർക്കുള്ളതെല്ലാം നമുക്കറിയാം, പക്ഷെ നമുക്കുള്ളത് നമുക്ക് എന്ത് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിന്ന് രാത്രി വിശുദ്ധിയുടെ മുൾമുനെ കയറി നിന്നിച്ച് നിങ്ങളെ ആരെയും വിധിക്കുകയല്ല. ഈ വചനം എന്നെ തൊടാതെ നിങ്ങളെ തൊടത്തില്ല. ഈ വചനം എന്നെ സ്പർശിക്കാതെ നിങ്ങളെ സ്പർശിക്കത്തില്ല. എനിക്ക് ദൈവം റിവീൽ ചെയ്ത് തന്ന ഒരു വെളിപ്പാട് എന്നെ പരിവർത്തിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ പരിവർത്തിക്കത്തില്ല. പുതുക്കം സമ്പൂർണമായിരിക്കുന്നത് പോലെ തന്നെ പുതുക്കം വ്യക്തിപരമാകണം. എന്താകണം? പറ. വ്യക്തിപരമാകണം. നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാകേണ്ടത്. 3-ാം അധ്യായം മുതൽ ഏതെല്ലാം മാറ്റങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ കുടുംബജീവിതത്തെ മാറ്റും. സ്വത്രം. 3:18 മുതൽ പറയാ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉചിതമാണ്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ, അമ്മയപ്പന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കുവാൻ അവരെ എന്ത് ചെയ്യരുത്. അപ്പൊ ശരിക്കും പറഞ്ഞ എന്തെല്ലാം മാറ്റം ഇവിടെ സംഭവിക്കേണ്ടത്? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാറ്റം ഉണ്ടാകണം, മക്കളും മാതാപിതാക്കളും ബന്ധത്തിൽ മാറ്റം ഉണ്ടാകണം, അല്ലേ? പിന്നെ അടുത്തത് പറയാം, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാകണം. അടുത്തത് പറയാ പ്രാർത്ഥന, 4:2 പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. 4:5-6 വാക്യം പറയാ പരസ്യ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. 4:10 മുതൽ പറയാ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. അപ്പൊ വചനം എങ്ങനെല്ലാം നമ്മളെ പുതുക്കണമെന്നായി പറഞ്ഞേ. കുടുംബത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ. ഞാൻ ചുമ്മാ ഒരു നോവൽ പറയല്ലിത് കേട്ടോ. 3:18 മുതൽ 12-ാം വാക്യം പറയുക പുതുക്കം ഉണ്ടാകുന്നത് എപ്പോഴാ? അതാ 12-ാം വാക്യത്തിൽ പറയാ മനസ്സിൽ ദയ. ഇതൊരു ബേസാ കേട്ടോ, പുതുക്കത്തിൻ്റെ ഒരു ബേസാ. മനസ്സിലായോ? 5-ാം വാക്യത്തിൽ നിന്ന് ഇറങ്ങി വന്നേച്ച് 8-ാം വാക്യത്തിൽ നിന്നും പരിവർത്തിക്കപ്പെട്ട് 12-ാം വാക്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകും? പറ. മനസ്സിലിവ്, ദയ, താഴ്മ, സൗമ്യത, ഇതെല്ലാം കൂടെ നമ്മളെ സ്പർശിച്ച് ഉടച്ചു വാർക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ സ്തുതിയും പാട്ടും ഒക്കെ വേണ്ടത്. ഈ പുട്ടിൻ്റെ കൂടെ ചേർക്കേണ്ട പീരയാ പിന്നെ വരുന്ന സ്തുതിയും പാട്ടുമല്ല. ചിലർക്ക് സ്തുതിയും പാട്ടുമേ ഉള്ളൂ, മനസ്സിലും ദയയും താഴ്മയും ഒന്നും. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് എന്തോ സംഭവിക്കുന്നത്? വ്യക്തി ജീവിതം പണിയപ്പെടുന്നത്, കുടുംബജീവിതം പണിയപ്പെടുന്നത്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പണിയപ്പെടുന്നത്. ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള 2 കാര്യമാണ്. ഒന്ന് സഭ, മറ്റൊന്ന് കുടുംബം. രണ്ടും ദൈവം സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. ബൈബിൾ ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്, ബൈബിൾ പോകുന്നത് മുഴുവൻ. ഞാൻ സത്യത്തിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ പ്രസംഗിക്കാമെന്ന് വെച്ച് ഇപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിലോട്ട് കയറി. ഞാൻ ചുമ്മാതെ പറയുകയല്ല, എനിക്കറിയാം ദൈവാത്മാവ് ഒരു പരിവർത്തനത്തിൽ അല്ല, ഫാമിലി നന്നായില്ലേ പിന്നെ ഇനി എന്നെ ഉപവാസം ഇരുന്നാലും. ദൈവമക്കളെ, അവിടെ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് നമ്മളെ പരിവർത്തിക്കണം. പേഴ്സണൽ ലൈഫിൽ സമ്പൂർണമായ മാറ്റം ഉണ്ടാക്കണം, കുടുംബത്തെ പരിവർത്തിക്കണം.
ഈ ആ ഭാഗത്ത് തന്നെ ഈ കൊലോസ്യർ 3:18, എഫേസ് ലേഖനം, തെസ്സലോനിക്ക ലേഖനം, ഫിലിപ്പിയ ലേഖനം. ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കർത്തൃമേശ കഴിഞ്ഞ് വായിക്കുന്ന ഒരു വാക്യമില്ലേ? ഏതാ? 5-ാം അധ്യായം. അവിടോട്ടൊക്കെ വന്നപ്പോഴത്തേന് പൗലോസ് ശരിക്കും പറഞ്ഞാൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പുള്ളിക്ക് ഇപ്പം തിരിച്ചറിയാൻ പറ്റാതായി സഭയും കുടുംബവും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് പറയാ സഭയും കുടുംബവും ഒരുപോലെ ആയിരിക്കണം. സഭയ്ക്കും കുടുംബത്തിനും വേണ്ട 3 കാര്യമാണ് 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. ഒന്ന്, എ ഫാമിലി ലീഡർഷിപ്പ് ഓർ ചർച്ച് ലീഡർഷിപ്പ്. 2, എ ഫാമിലി ഫെലോഷിപ്പ് ഓർ ചർച്ച് ഫെലോഷിപ്പ്. ദെൻ ഫാമിലി വർഷിപ്പ്, ചർച്ച് വർഷിപ്പ്. ലീഡർഷിപ്പ് വേണം, ഫെലോഷിപ്പ് വേണം, വർഷിപ്പ് വേണം. കുടുംബത്തിൽ എന്തോ വേണം? നേതൃത്വം വേണം, കൂട്ടായ്മ വേണം, ആരാധന വേണം. അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? സഹോദരന്മാരെ, ക്രിസ്തുവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രമുഖട്ടവരെ ബുദ്ധിദേശിപ്പീൻ ലീഡർഷിപ്പാ, ഫെലോഷിപ്പാ, വർഷിപ്പാ. ലീഡർഷിപ്പ്, ഭാര്യ ഭർത്താവ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവ് ഉചിതമാവണം കീഴടങ്ങുകയും. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി, അവരോട് കയ്പായിരിക്കരുത്. അപ്പം ശരിക്കും പറഞ്ഞ 2 കാര്യമാണ് ബോണ്ടായിട്ട് പോന്നെ. ഒന്ന്, കീഴ്പ്പെടുന്ന ഭാര്യ. 2, സ്നേഹിക്കുന്ന ഭർത്താവ്. 1, കീഴ്പ്പെടുന്ന ഭാര്യ. 2, കയ്പായിട്ടിരിക്കാത്ത ഭർത്താവ്. ഇത് 2 മ്യൂച്വലി പോകേണ്ട കാര്യങ്ങളാണ്. ഭർത്താക്കന്മാരറിയണം ഭാര്യ എങ്ങനെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്നേഹം 2 കൂട്ടർ പറയണം എങ്ങനെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എന്താ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? 3 പ്രത്യേകതയാ. പറയാവോ? 3 പ്രത്യേകത. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് 3 പ്രത്യേകത. 1, ആദ്യം സ്നേഹിച്ചു. എന്താ പറ? ആദ്യം സ്നേഹിച്ചു. 2, ആദ്യം എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ ഇന്നും സ്നേഹിക്കുന്നു. 3, ആദ്യം എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ അവസാനത്തോളം സ്നേഹിക്കും. ഇവിടെയാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഒക്കെ സ്റ്റെബിലിറ്റി. ആദ്യം സ്നേഹിച്ചു, ഇന്നും സ്നേഹിക്കുന്നു, അവസാനത്തോളം സ്നേഹിക്കുന്നു. അതൊരിക്കലും ഒരു മൂമെന്റൽ അല്ല, അതൊരിക്കലും ഒരു വൈകാരികമല്ല, അതെപ്പോഴും സാക്രിഫിഷ്യലാ. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന നിത്യതയുടെ പ്രഭാഷകനായിരുന്നു MV ചാക്കോ സാറ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സമയമായപ്പോഴത്തേന് ഷുഗർ രോഗം നിമിത്തം തൻ്റെ ശരീരത്തിൻ്റെ ചില അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരവസ്ഥയിലെത്തി. ആ സമയത്ത് എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ സന്ദർശിക്കാനായിട്ട് ചെന്നു. അന്നേരം ആ മുറിക്കകത്ത് ഈ ആൻറ്റി കിടക്കുന്നിടത്ത് എന്നുവെച്ച് ഈ സാറ് ചിരിച്ചുകൊണ്ട് വന്ന ആളിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് വിളിച്ച് ചോദിക്കുക, അവറാച്ച എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എന്തോ തോന്നുന്നു. അന്നേരം പുള്ളി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ പുള്ളി പറയാ, പണ്ടത്തേക്കാൾ അവൾ സുന്ദരിയായതായിട്ട് എനിക്ക് തോന്നുന്നു. കല്യാണം കഴിച്ച ദിവസത്തേക്കാൾ 2 കാലും ഇല്ലാതെ കിടക്കുമ്പോഴും പറയാ, എന്താ പറയുന്നത്, പണ്ടത്തേക്കാൾ അവള്. ഇതെന്തോ സൗന്ദര്യമാണ്. ഇതൊരിക്കലും ഒരു വൈകാരികമായ സൗന്ദര്യമല്ല. ഇവിടെയാണ് ഒരു കുടുംബത്തിൻ്റെ സ്റ്റെബിലിറ്റി ആരംഭിക്കുന്നത്. സഭയുടെ സൗന്ദര്യം ദൈവം നോക്കുന്നത് ഇങ്ങനെ. മുതൽ മുടക്കി ഇത്രത്തോളം കൊണ്ടുവന്ന ഒരുത്തൻ നമ്മുടെ സൗന്ദര്യം കാണുന്നത് ഇവിടെ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് പറയാ, കയ്പായിരിക്കാത്ത ഭർത്താവ്. ഈ വീട്ടിൽ യഥാർത്ഥത്തിൽ
ഞാനിന്ന് മനസ്സിലാക്കി, ഞാൻ ചുമ്മാതെ പറയല്ല, ഒരു വലിയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് നിരന്തരമായി നൂറുകണക്കിന് ആളുകളുടെ ഫോൺ കോളുകളും ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, എന്തേലും വഴക്കുണ്ടാകുമ്പോഴത്തേനും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു തലവണ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് ആ ലിവിങ് റൂമിൽ വന്ന് കിടന്ന് പിന്നെ അങ്ങ് ന്യൂസ് അവർ കാഴ്ചയാണ് 24 മണിക്കൂർ. സ്വതന്ത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിനകത്ത് എത്രയോ ആളുകൾ ഇങ്ങനെ ബന്ധമകന്നു ജീവിക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ച് കയ്പായിരിക്കാത്ത ഭർത്താവ്. ദൈവത്തിന് സ്തോത്രം. ദൈവജനം അറിയണം എന്തുകൊണ്ട് കയ്പായിരിക്കരുത്. ഇനി ആരല്ല എൻ്റെ കൂട്ടായ്മയിൽ പിണങ്ങിയാലും പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് പിണങ്ങാൻ പറ്റത്തില്ല. കാരണം അവർ ബലഹീനരാണെന്ന് എനിക്കറിയാം. ദൈവോചനം പറയുന്നത് അങ്ങനെ, സ്ത്രീകൾ ബലഹീന പാത്രം. എന്നെ പാസ്റ്ററെ സൂര്യാകാശത്ത് വരെ പോയി, പിന്നാണ് ഇനിയും ബലഹീനത ഇല്ലായിരുന്ന ഏതേലും തോട്ടത്തിലെ കുടുംബം രക്ഷപ്പെടത്തില്ലായിരുന്നു അമ്മമ്മേ. എന്തോ സാധ്യതയായിരുന്നു ഏതെങ്കിലും തോട്ടത്തിലെ കുടുംബത്തിന്. എന്തൊക്കെയായിരുന്നു ഹൗവായിക്ക് ഉണ്ടായിരുന്ന സാധ്യത? ഒന്ന്, അമ്മായിമ്മയില്ലായിരുന്നു, നാത്തൂരും ഇല്ലായിരുന്നു. അപ്പോൾ കുടുംബ പ്രശ്നം ഒഴിവാക്കാനുള്ള 98% വഴി അവിടെ ഉണ്ടായിരുന്നു. 2, എന്നാ പറഞ്ഞാലും കേൾക്കുന്ന കെട്ടിയവനായിരുന്നു ഹൗവായുടെ കെട്ടിയവൻ. 3, എന്നാ വെച്ച് കൊടുത്താലും അങ്ങേരെ കഴിക്കുകയും ചെയ്യായിരുന്നു. ഇത്ര എല്ലാം ഉണ്ടായിട്ടും ആ വീട് രക്ഷപ്പെട്ടില്ല. എന്തുള്ളത് കൊണ്ടാ? ബലഹീനത. അതെന്തോ ആയിരുന്നെന്ന് അറിയാമായിരുന്നെങ്കിൽ നമ്മളെന്നേ രക്ഷപ്പെട്ടേനെ അല്ലേ? ഈയിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ഓർക്കും. ഭയങ്കര കുടുംബ പ്രശ്നം. സത്യത്തിൽ വർത്താനം പറഞ്ഞപ്പോൾ സവോള ഉള്ളി പൊളിക്കുന്നത് പോലെ. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ പ്രശ്നത്തിൻ്റെ തുടക്കം ഒരു 5 വർഷത്തിന് മുമ്പാണ്. ഒരു ദിവസം ഈ അച്ഛൻ ഓഫീസിൽ നിന്ന് വന്ന് എന്തോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, ഇടി ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അശ്വതിയുടെ മുടിക്ക് നല്ല നീളമുണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഈയിടെ ഒരു സംഭവം ഉണ്ടായി. ഇവരൊരു വാഗണർ കാർ മേടിച്ചു. മോനായിരുന്നു അത് ഓടിച്ചുകൊണ്ടിരുന്നത്. അവൻ BSc നഴ്സിങ്ങിന് പഠിക്കാൻ ബാംഗ്ലൂരിൽ പോയി. വീട്ടിൽ കാറ് ചുമ്മാതെ കിടക്കുക. അന്നേരം ഇത് ഡ്രൈവറെ കൊണ്ട് പോകണമെങ്കിൽ 1000 രൂപയുടെ പെട്രോള്, പിന്നെ 1000 രൂപ ഡ്രൈവർക്ക്, പിന്നെ ഹോട്ടലിൽ എല്ലാം കൂടെ ആകുമ്പോൾ ടാക്സി വിളിക്കുന്നതിനെക്കാട്ടി ചിലവാണ്. അമ്മ പറഞ്ഞു ഇതിനെക്കാട്ടി ഭേദം ടാക്സി വിളിച്ചുകൊണ്ട് പോകുന്ന. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തോ ചെയ്യണം ഞാൻ. അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് ഓടിച്ചാൽ എന്നെ കുഴപ്പം. അന്നേരം പുള്ളി പറഞ്ഞു, എനിക്ക് മുന്നോട്ട് ഓടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പുറമോട്ട് എടുക്കുന്നതിനാണ് എനിക്ക് പാട്. അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാനല്ലേ ഇവിടെ സൈഡ് പറയാൻ നിൽക്കുന്നത്, ക്യാമറയെക്കാട്ടി വലിയ കണ്ണും കൊണ്ട് ഞാൻ പറഞ്ഞു തരാം സൈഡ്. അങ്ങനെ ആദ്യത്തെ സൈഡ് പറച്ചിൽ, വണ്ടി എവിടെ ചെന്നെന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പോർച്ചിൻ്റെ തൂണല്ലാതെ ചെന്നിരുന്നത്. അയ്യോ, പുതിയ വണ്ടി ഇടിച്ച ദേഷ്യത്തിന് ഈ അച്ഛൻ ഇനി അമ്മമ്മയെ പറയാനൊന്നും. ഈ കെട്ടിയന്മാർ പറയാൻ തുടങ്ങുമ്പോൾ എപ്പോഴും തുടങ്ങുന്നത് ഈ അമ്മമ്മയുടെ വീട്ടുകാരിന്നേ തുടങ്ങത്തുള്ളൂ. അതിപ്പോൾ ഉള്ളി പൊളിച്ച കാര്യമാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ എവിടുന്നേ തുടങ്ങത്തുള്ളൂ? പറയാനുള്ളതെല്ലാം പുള്ളി പറഞ്ഞതിന് പകരമായിട്ട് പുള്ളിക്കാരത്തി ആകെപ്പാടെ ഒറ്റ വാക്കേ പറഞ്ഞ വാക്ക് ഇതാ, പിന്നെ ഓഫീസിൽ അശ്വതിയുടെ മുടിയുടെ നീളം അറിയാവുന്ന നിങ്ങൾക്ക് വണ്ടി പുറമോട്ടെടുത്തപ്പോൾ നിങ്ങളുടെ കണ്ണ് ഇവിടെ പോയേക്കുമായിരുന്നത്. 5 വർഷം കഴിഞ്ഞു, എത്ര കർത്തമേശ കഴിഞ്ഞെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. എന്നിട്ടും ഇവരുടെ മനസ്സിൽ നിന്ന് മാറാത്തതാണെന്ത്? അപ്പം എന്താ ഈ ബലഹീനത? ക്ഷമിച്ചു എന്നൊക്കെ പറയുന്നെങ്കിലും ക്ഷമിച്ചതൊന്നും നമ്മൾ മറക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ബലഹീനത അല്ലേ? കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് മറന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കയറിയിരിക്കാനുള്ള യോഗ്യത ഉണ്ടാകുമായിരുന്നു. അങ്ങനാണെങ്കിൽ ഇന്നലകളിൽ സംഭവിച്ച ചിലതിനെ ആഴത്തിലൊന്ന് മൂടിക്കളയാൻ, അവിടെ നിന്നാണ് പലപ്പോഴും ദുരന്തങ്ങൾ ആരംഭിക്കുന്നത്. അതിനെ തിരിച്ചറിയാനുള്ള ഒരു കരുത്ത്, അതിനെ തിരിച്ചറിയാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ പുതുക്കം. ഇനി അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും നമ്മളെ ബന്ധത്തിൽ, ഇതൊക്കെ ഭയങ്കര രഹസ്യങ്ങളാണ്. എന്നെ ബൈബിളിൽ അത്ഭുതപ്പെടുത്തുന്ന കുറേ വാക്യങ്ങളുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം വെച്ചൊരു പുസ്തകം എഴുതണമെന്ന് കണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാത്തതാ. കാര്യം 33 വർഷത്തെ ശുശ്രൂഷയുടെ അനുഭവം എല്ലാം കൂടെ കൂടുമ്പോൾ ഈ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, യേശുവിൻ്റെ അപ്പനും അമ്മയും ചിന്തിച്ചതുപോലൊരു ചിന്തയാണ് നമ്മുടെ ചിന്ത. ലൂക്കോസ് 2-ാം അധ്യായത്തിലെ ചിന്ത എന്തായിരുന്നു? ചിന്ത, ദൈവത്തിന് സ്തോത്രം, അവൻ ആ കൂട്ടത്തിൻ്റെ നടുവിൽ ഉണ്ടാകുമെന്നവർ ഊഹിച്ചു അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞ 2-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം, അമ്മയപ്പൻ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ തന്നെ താമസിച്ചു.
ഹിസ് പേരൻസ് ഡിഡ് നോട്ട് നോ ഇറ്റ്. അവരത് അറിഞ്ഞില്ല. അവര് വിചാരിച്ചു സഹയാത്രികരുടെ കൂട്ടത്തിൽ ഊഹിച്ചു. നമ്മളും ചിന്തിക്കുന്നത് സൺഡേ സ്കൂളിലുള്ളതുകൊണ്ട്, സഭയിലുള്ളതുകൊണ്ട്, താലന്ത് പരിശോധനയിലുള്ളതുകൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരിക്കലും ഊഹിക്കരുതേ. ഊഹിച്ചു കൊണ്ടുപോകേണ്ട ഒന്നല്ല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ശുശ്രൂഷ. അത് വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അമ്മയുണ്ട് ബൈബിളിൽ. 1 ശമൂവേലിന്റെ പുസ്തകം നമുക്കറിയാവുന്ന ഭാഗമാണ്. 2-ാമത്തെ അധ്യായം, 1-ാം അധ്യായം 23 മുതലുള്ള വാക്യം. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലകുടി 21-ാം വാക്യം. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാകവും നേർച്ചയും കഴിക്കുവാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലകുടി ഞാൻ ആ വാക്യം വായിച്ചപ്പോഴേ, ആദ്യത്തെ വാക്യം ഹന്ന കൂടെ, ഞാനിത് വായിച്ചപ്പോ സത്യത്തിൽ ഓർത്തു, ഇവരെന്നാ ഒരു സ്ത്രീയാ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പാലം കയറുന്നോണം വരെ. ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യസാധ്യം കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ എന്ത് ചെയ്യുന്നില്ലെന്ന് ഞാൻ ചോദിച്ചു, എന്നാ പോകാഞ്ഞേ? അപ്പൊ അവിടെ എഴുതിയിരിക്കുക, അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ ആലയത്തിൽ ചെന്ന്. അപ്പൊ കൊച്ചുണ്ടായപ്പോഴേ അമ്മയ്ക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, കുഞ്ഞെന്നും എവിടെ പാർക്കണം. ഞാൻ അന്നയോട് ചോദിച്ചു, എന്നാ അങ്ങനെ ചിന്തിക്കാൻ കാര്യം? അപ്പൊ പറഞ്ഞു, ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത്. അതാ ഈ ദൈവാലയത്തിൽ പാർത്താവുള്ള ഒരു ഗുണം അതാ, ഈ ആറ്റരികത്താ നട്ടിരിക്കുന്നത്. പിന്നെ തക്ക കാലത്ത് എന്തുണ്ടായിക്കോളും, ഉറക്കെ പറ. അപ്പം എന്നും പാർക്കണം. എവിടെ പാർക്കണം? ആലയത്തിൽ. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ആവശ്യമില്ലാത്ത യാത്രകൾ പോലും ഒഴിവാക്കുക. സ്തോത്രം. ആവശ്യമില്ലാത്ത ഓവർ ടൈം ഒന്നും വേണ്ടാന്ന് വെക്കണം. കൂടി വന്നാൽ ഇച്ചിരി പൈസ കുറവെന്നല്ല ഉള്ളോ, ആ സമയത്ത് തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആലയത്തിൽ തലമുറ എന്നും പാർക്കണം. ഈ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തു. എത്ര കൃത്യമായിട്ട് കൊലോസ്യലേഖനം പറയുന്നത്, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന്. അപ്പോൾ പറയുന്ന കാര്യമൊക്കെ അവരെ എന്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം? ധൈര്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് അവരോട് പറ. അവരെ അധൈര്യപ്പെടുത്തുന്നതൊന്നും പറയാതെ, അവരുടെ മനസ്സിൽ നെഗറ്റീവ് വരുന്നതൊന്നും പറയാതെ, അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ വരുന്നതൊന്നും പറയാതെ, അവർക്ക് ധൈര്യം വരുന്നത് പറ. സ്തോത്രം. അടുത്തത് 2-ാം അധ്യായത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ആലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുക. ആണ്ടിലൊരിക്കൽ ഈ കൊച്ചിനെ കാണാനായിട്ട് വരും. അന്നേരം എന്തോ ചെയ്യും? 2-ാം അധ്യായത്തിൽ പറയാം 19-ാമത്തെ വാക്യത്തിൽ, അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയാഗം കഴിക്കുവാൻ വരുമ്പോൾ അവനെ കൊണ്ടുവന്നു. ആണ്ടിലൊരിക്കലേ വരത്തുള്ളൂ. വരുമ്പോ എന്തോ കൊണ്ടുവരും? ഈ ഞാൻ 92-ലാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ തടി ബിസിനസ്സുകാരായിരുന്നു. ഈ തിരുവനന്തപുരത്തായിരുന്നു. ആഴ്ചയിൽ ഒരു 4 ലോഡ് തടിയൊക്കെ എൻ്റെ പിതാവ് കൊടുക്കുമായിരുന്നു. KC മാത്യുവിനും KK ബ്രഹാമിനും ഓറിയൻ്റ് ടിമ്പേഴ്സിനും ഒക്കെ. അങ്ങനത്തെ ഒരു കാലത്ത് ഒരിക്കൽ, അന്ന് 10-35 വർഷം മുമ്പാണ് റെഡിമെയ്ഡൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഇവിടെ. ആ കാലത്ത് എൻ്റെ പപ്പ ഒരു ദിവസം ലോഡ് കൊടുത്തേച്ച് തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, നാളെ സ്കൂൾ തുറക്കുക, യൂണിഫോം മേടിച്ചിട്ടില്ല, അതുകൊണ്ട് ബ്ലൂ ഷർട്ട് റെഡിമെയ്ഡ് കിട്ടുവാണെങ്കിൽ മേടിച്ചുകൊണ്ട് വരാം. ആദ്യത്തെ ഓർമ്മ എപ്പോഴും ഒരു റെഡിമെയ്ഡ് കൊണ്ട് പപ്പ വന്നു കേട്ടോ. എന്നെപ്പോലെ 2 പേർ കൂടെ കയറാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ട്
അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർക്കുന്നത്. എടാ, ആണ്ടിലൊരിക്കലേ വരത്തുള്ളൂ. കൊണ്ടുവരുമ്പോൾ ഒരു അങ്കി കൊണ്ടുവരും, അത് കൊച്ചിന് പാകമാണ്. എന്നാ കാരണം? വരുന്ന അമ്മയ്ക്കറിയാം ആണ്ടിലൊരിക്കലേ കാണുന്നുള്ളതിലും അമ്മയ്ക്കറിയാം. എന്തോ അറിയാം? അവൻ്റെ വളർച്ച അമ്മയ്ക്കറിയാം. അപ്പനും അമ്മയെ അറിയണം. എൻ്റെ കുഞ്ഞിത്രയും വളർന്നല്ലോ എന്ന് ഞാൻ അറിയാതിരിക്കരുത്. പിന്നെ അടുത്തത് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദൈവം തരുന്ന പുതുക്കമാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത്. പക്ഷേ ഞാൻ അവിടെ നിന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയാ. അപ്പം പുതുക്കം വ്യക്തിപരമാകണം, പുതുക്കം സമ്പൂർണ്ണമാകണം. ഇനി 2 കൊരിന്ത്യർ 4:16-17 ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. പുതുക്കം നിരന്തരമാകണം. ചിലർ ഒരു വാസപ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തേനുള്ള സ്റ്റോക്ക് ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്യത്തില്ല? ദൈവമക്കളെ, കൂട്ടായ്മ ബന്ധം നിരന്തരമായിരിക്കണം. സ്തോത്രം. സഭകൾ ഇന്ന് ശുഷ്കിക്കുന്നതിൻ്റെയും ആത്മീക മൂലച്യുതികൾ ഏറുന്നതിൻ്റെ ഒരു കാരണം കുടുംബ പ്രാർത്ഥനകൾ കുറയുന്നത് കൊണ്ട്. ഞാൻ പറഞ്ഞത് വീട്ടിലെ ഉപവാസ പ്രാർത്ഥനയല്ല, വീട്ടിലെ ഇടയോഗങ്ങൾ. സഭകൾ എവിടെ പരാജയപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇടയോഗങ്ങൾ എവിടെ കുറഞ്ഞോ അവിടെ ഞങ്ങളുടെ ചർച്ചുകളിൽ ഒക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്, പാസ്റ്റേഴ്സ് വളരെ പ്രായോഗികമായ വചന സന്ദേശങ്ങൾ പ്രസംഗിക്കുന്നത് ഇടയോഗങ്ങളിലായിരുന്നു. ഉപവാസപ്രാർത്ഥനയിലൊക്കെ പോരാട്ടത്തിനെതിരെയാ പ്രസംഗിക്കുന്നത്. പോരാട്ടമുണ്ടോ? ഞാൻ രാവിലെ പറഞ്ഞു പോരാട്ടമുണ്ട്. എന്തുകൊണ്ട് പോരാട്ടമുണ്ട്? ആർക്ക് പോരാട്ടമില്ല? ആർക്ക് പോരാട്ടമുണ്ട്? രാവിലെ കേട്ടായിരുന്നോ? ആർക്കാ പോരാട്ടമില്ലാത്ത? ഈജിപ്തിൽ കിടക്കുന്നവൻ ആർക്കും പോരാട്ടമില്ല. എന്തുകൊണ്ട് പോരാട്ടമില്ല? അടിമത്തത്തിലായതുകൊണ്ട് അവനെന്തോ ഇല്ല, യുദ്ധവും ഇല്ല. ഒരുത്തൻ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിലാകുമ്പോൾ അവൻ എന്തുണ്ട്? ഉറക്കപ്പറ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു വലിയ ദേശത്തേക്ക് കൊണ്ടുപോവുക. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നീ ഈ ജാതികളെ നീക്കണം, ഈ ജാതികളെ നിർമൂലമാക്കണം. പക്ഷെ 430 വർഷം യുദ്ധമില്ലായിരുന്നു. 430 വർഷം യുദ്ധമില്ലാഞ്ഞതിന്റെ കാരണം അവര് കിടന്നത് they are in slavery. അവരെവിടായിരുന്നു? ഉറക്കപ്പറ. അടിമത്തത്തിലാണെങ്കിൽ പോരാട്ടമില്ല. യാത്രയിലാണെങ്കിൽ എന്തോ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ചിലതിനെ നീക്കണം. അതിനുള്ള അവസരങ്ങളായി ഈ പ്രാർത്ഥനകളൊക്കെ. ദൈവം പറയുക, ഞാൻ പുതുക്കം തരും. നിരന്തരമായ ഒരു കൂട്ടായ്മ ബന്ധം ദൈവത്തോടുണ്ടെങ്കിൽ ദൈവം ഒരാളെ പുതുക്കും. The ultimate form of renewal, ultimate form of revival, ultimate form of restoration. അതിനെക്കുറിച്ച് യോബേൽ 3:18 പറയുന്നുണ്ട്. ഒരു 2 മണിക്കൂറൂടെ പറയേണ്ട കാര്യം അത്. 3:18 ഒന്ന് വായിച്ചേ. യോബേൽ 3:18. എന്നാൽ ഈ പർവ്വതങ്ങൾ പൊതുവിഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്നൊരാ ഉറവ പുറപ്പെടും, അത് ശിത്തിയും താഴ്വരയെ പുതുക്കും. അപ്പൊ ദൈവം സമ്മാനിക്കുന്ന പുതുക്കത്തിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ലെവൽ ഏതാണെന്നറിയാവോ? ഇത് വാലി ഓഫ് ഷിത്തീം. ഷിത്തീം പുതുക്കപ്പെടും. ഈ പ്രാർത്ഥനയുടെ അകത്ത് ദൈവം അത് ചെയ്യട്ടെന്ന് ഞാൻ കൊതിക്കുക. ഷിത്തീമിനെ ദൈവം പുതുക്കും. ഓ, എന്താ ഈ ഷിത്തീമിന്റെ പുതുക്കം? ഷിത്തീമിന്റെ പുതുക്കം. ഷിത്തീമിന്റെ പുതുക്കം അറിയണമെങ്കിൽ ഷിത്തീമിന്റെ പഴക്കം അറിയണം. ഷിത്തീമിന് സംഭവിച്ചതെന്താ? ഷിത്തീമിൽ സംഭവിച്ചതെന്താ? ഇത് ഒരു പ്രവചനമാണ്. യോബേലാ പ്രവചിക്കുന്നത്. യോവാശിന്റെ കാലത്താ പ്രവചനം തുടങ്ങിയത്. യോവാശിന്റെ കാലത്ത് ദേശത്തൊരു വെട്ടിക്കിളി ആക്രമണം, കാർമേഘം അന്തരീക്ഷത്തെ മൂടുന്നത് പോലെ വെട്ടിക്കിളി വന്നിട്ട് ഇസ്രായേലിലെ കൃഷി മുഴുവൻ നശിപ്പിച്ചു. ഈ സമയത്താണ് പ്രവാചകനായ യോബേൽ എഴുന്നേറ്റ് അന്നത്തെ രാജാവായ യോവാശിനോട് പറയുന്നത്, 2 ദിനവൃത്താന്തം 24, യോവാശ്, ഈ വെട്ടിക്കിളി ആക്രമണത്തിന്റെ കാരണം ദൈവത്തിന്റെ ന്യായവിധിയുടെ കരവാ. ഈ വെട്ടിക്കിളിക്ക് പുറകെ പച്ചപ്പുഴു വരും, പച്ചപ്പുഴുവിന് പുറകെ തുള്ളൻ വരും, തുള്ളന് പുറകെ വിട്ടിൽ വരും, ഈ വിട്ടിന് പുറകെ ഇത് 4 സാമ്രാജ്യം വന്ന് ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ കൃഷിയെ നശിപ്പിക്കാൻ പോവുക.
അത് സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? യോവാശിനത് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് അവന്റെ 4 തലമുറ പരാജയപ്പെട്ടതാണ്. 25 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ. എന്നാൽ 29 അധ്യായത്തിൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായ ഒരു ഹിസ്കിയാവ്, അവന്റെ കാലത്ത് ദൈവം ഒരു വലിയ റിഫർമേഷൻ അയക്കാൻ ആരംഭിച്ചു. 29:34 മുതൽ 2 ദിനവൃത്താന്തം 29:34 മുതൽ പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലിരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ സഹോദരന്മാരായ ലേവ്യർ അവയിൽ തീരുവോളൂ. പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളൂ. അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാന യാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയ യാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു. അടുത്ത വാക്യം, ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധനാസ്ഥാനത്തായി ദൈവം ജനത്തിനൊരുക്കി കൊടുത്തതിൽ യെഹെസ്കേലാവ് സകല ജനവും സന്തോഷിച്ചു. അടുത്ത വാക്യം, കാര്യം ക്ഷണത്തിലല്ലോ. അവന്റെ കാലത്ത് കുറച്ച് റിഫർമേഷൻസ് വേഗത്തിൽ നടന്നു. അത് സംഭവിച്ചാൽ നമ്മളിൽ റിഫർമേഷൻ ഉണ്ടായാൽ 4ാം തലമുറ വരെ ദൈവം പുതുക്കും. നമ്മുടെ ഓരോ സമർപ്പണവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമാ. നമ്മുടെ ഓരോ ഉടമ്പടിയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അനുഗ്രഹമാ. ഹിസ്കിയാവിന്റെ ഒരു സമർപ്പണം നിന്ന് ചിന്തിക്കേണ്ടതാ. ഞാൻ നിൽക്കാൻ പോയാൽ ഇന്ന് 2 മണിക്കൂറോളം നിൽക്കേണ്ടി വരും. പക്ഷെ എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറഞ്ഞു പോകണം. വേഗം ഒന്ന് പോവാ. 2 ദിനവൃത്താന്തം 29 ഹിസ്കിയാവിന്റെ കാലത്ത് ചിലത് നടന്നു എന്നതിനപ്പുറത്ത് 2 ദിനവൃത്താന്തം 34 ഹിസ്കിയാവിന്റെ മകന്റെ കൊച്ചുമോന്റെ പേരെവിടെ എഴുതിയിരിക്കുക, യോശിയാവ്. എഴുതിയെടുത്തേച്ച് വായിക്കണം. യോശിയാവ് എന്താ അവന്റെ പ്രത്യേകതകൾ പറയുന്നത്? 31 സംവത്സരം യെരൂശലേമിൽ വാണ ഒരു മനുഷ്യൻ. 5 കാര്യം അവൻ ചെയ്തത്. 1, ഹംബ്ലിംഗ് ബൈ ഗോഡ്സ് വേർഡ്, വചനത്തിന്റെ മുമ്പിൽ അവൻ താണു. 2, റിപ്പയറിംഗ് ദ ടെമ്പിൾ, ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തു. 3, ദൈവത്തിന് സ്തോത്രം, അതെ, ക്ലെൻസിംഗ് ദ ലാൻഡ്, ദേശത്തെ ശുദ്ധീകരിച്ചു. ഇനി 14ഉം 15ഉം വാക്യം വായിച്ചേ. 14ഉം 15ഉം വാക്യം. 2 ദിനവൃത്താന്തം 34:14-15. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. എന്താ വായിച്ചേ? എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതെവിടായിരുന്നു? അവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോ എന്ന് പറഞ്ഞ പൈസ എടുത്ത് പൂട്ടി വെച്ച കൂട്ടത്തിൽ എന്തോ കൂടെ എടുത്ത് പൂട്ടി വെച്ചായിരുന്നു. അപ്പൊ പുസ്തകത്തിന് പൈസയുടെ വില അവന്റെ അപ്പന്മാരുടെ കാലത്ത് പുസ്തകത്തിന് പൈസയുടെ വില കൊടുത്തുള്ളൂ. അവരത് അല്ലെങ്കിൽ ഇന്നും പെന്തിക്കോസിലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. അവൻ തിരിച്ചെടുത്തത്. നമ്മൾ ഈ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ പൈസയാണോ അനുഗ്രഹം? ദൈവത്തിന്റെ സ്തോത്രം. ഈ പൗർഷല എൻ്റെ ശുശ്രൂഷകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കർത്തൃദാസൻ, ഒരു മിഷണറി കഴിഞ്ഞ ദിവസം നിത്യത ചേർക്കപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരിക്കലൊന്ന് കാണണമെന്നുള്ളത്. ആ ദൈവാസനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് പൗർഷനിൽ ഓർഗം വായിക്കുന്ന ജീസൻ നിമിത്തമാണ്. ജീസൻ പുള്ളിയുടെ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛനെ കാണണമെന്നുള്ളതായിരുന്നു. ഇനിയും പറ്റത്തില്ല. അവിടെ തന്നെ പുള്ളി മരിച്ചു. പക്ഷെ ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ വാരണാസിയിലാണ്, ഗ്രാമങ്ങളിൽ അദ്ദേഹത്തെ അവരുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമ്പം പുള്ളി പറയും, ഞാൻ വരത്തില്ല. വന്നാലുള്ള പ്രശ്നം, ഞാൻ നിങ്ങളുടെ പരിപാടിക്ക് വന്നാൽ നിങ്ങളുടെ ദൈവം ഓടുന്ന് പോവും. 5ഓ 6ഓ സ്ഥലത്ത് പുള്ളി ചെന്നു അവിടുത്തെ അമ്പലം പൂട്ടിപ്പോയി. അന്നേരം എന്തോ അഭിഷേകമാണ് ഇതൊക്കെ. ഇങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യരെ ഇവൻ തിരിച്ചെടുത്തു പുസ്തകം. നമുക്ക് ഈ ദിവസങ്ങളിൽ ചില ശുശ്രൂഷകളൊക്കെ തിരിച്ചു പിടിക്കണ്ടായോ? ഞാൻ ഈ PMG ചർച്ചിനെ സ്നേഹിക്കുന്നതിന്റെ കാരണം 92, 93 കാലത്ത് നാലാഞ്ചിറയിലും ഇവിടെയും വരുമ്പോൾ ഒക്കെ നിരന്നിരിക്കുന്ന പ്രവാചകന്മാരായ കുഞ്ഞുങ്ങളാണ് ഈ സഭയെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം.
നിങ്ങൾ ഇനി എന്നെല്ലാം സ്ട്രക്ചർ ഉണ്ടാക്കിയാലും നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ സഭയുടെ ഭാവി അപകടത്തിലാകും. ഈ പ്രാർത്ഥനയുടെ അകത്തൊക്കെ ചലിക്കുന്ന ചില തലമുറകൾ എഴുന്നേക്കണം. അഭിഷേകത്തിന്റെ നിയോഗമുള്ള കുഞ്ഞുങ്ങൾ അധികാരത്തിന്റെ ശുശ്രൂഷയുമായിട്ട് പുറത്തു വരണം. കൊതിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകട്ടെ. പ്രായവ്യത്യാസമന്യേ എനിക്കറിയാം, പ്രായത്തിന് ഒരു പ്രസക്തിയില്ല. ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ. 11ാമത്തെ വയസ്സിൽ എന്നെ തൊടാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ 6 വയസ്സിനേക്കുള്ള കുഞ്ഞിനെ കൊണ്ട് പ്രവചിപ്പിക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഹല്ലേലൂയ. അവന്റെ കാലത്ത് ചിലത് തിരിച്ചു പിടിച്ചപ്പോ ഏത് യോവേലാണോ പറഞ്ഞത് തുള്ളം തിന്നുമെന്ന്, അതേ യോവേല് തന്നെ പറയാ, ആലയത്തിൽ നിന്നൊരു ഉറവ പുറപ്പെടും, അത് ശിത്തീമിനെ എന്ത് ചെയ്യും? ഉറക്കപ്പറ. എന്തായിരുന്നു ശിത്തീമിനുണ്ടായ പരാജയം? ശിത്തീമിനുണ്ടായ പരാജയം 2 ദിനവൃത്താന്തം സംഖ്യാപുസ്തകം 23 ബന്ധത്തിൽ പഠിക്കണം. ഒരു പ്രവാചകൻ ഒരു ജനത്തെ ശപിക്കാൻ വരുക, പക്ഷെ ശപിക്കുന്നില്ല. എന്തുകൊണ്ട് ശപിക്കുന്നില്ല? ഞാൻ രാവിലെ പറഞ്ഞു, യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ബിലെയാം ചോദിക്കുക, എന്താ അവരെ പ്രാകാൻ പറ്റാഞ്ഞതിന്റെ കാരണം? 23:9 സംഖ്യാപുസ്തകം 23:9 ശിലാഗ്രഹങ്ങളിൽ ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ ഞാൻ അവനെ ദർശിക്കുന്നു. അവന്റെ പ്രത്യേകത എന്താ? അവൻ തനിച്ചു പാർക്കുന്നവനാ. വേർപാടുള്ളവനെ ശപിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി 23:21 അവന്റെ 2ാമത്തെ പ്രത്യേകത പറയാ. എന്താ പറയുന്നത്? യാക്കോബിൽ തിന്മ കാണാനില്ല. എടാ, മടി കനവുള്ളവും വഴി പേടിച്ച പോരായോ? ഇനി 23:22 വാക്യത്തിൽ, 21 വാക്യത്തിൽ തന്നെ രാജകോലാഹലവൻ ആരാധന എന്നൊക്കെ പറഞ്ഞാൽ അന്യഭാഷകളിലൊക്കെ ഉള്ളവന്റെ ആരാധന. പിന്നെ അടുത്ത വാക്യത്തിൽ പറയാ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവന്. അപ്പൊ 4 പ്രത്യേകതയായിരുന്നു: വേർപാട്, വിശുദ്ധി, ആരാധന, അധികാരം. ആർക്കെങ്കിലും ശപിക്കാൻ പറ്റുമോ? ഉറക്കപ്പറ. ഞാൻ പറഞ്ഞു, ഇപ്പൊ ശപിക്കാൻ പറ്റത്തില്ല. പിന്നെ ശാപം ഏക്കാനൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചുമ്മാ പറയല്ല, മീക പറയുന്ന അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തെന്ന്. ഒന്ന് വായിച്ചു നോക്കിക്കേ. മീകയുടെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ബിലെയാം അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തെന്നാ മീക പറയുന്നത്. മീക 6:5 വായിച്ചോ. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവർത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബയോറിന്റെ മകനായ ബിലെയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഉണ്ടോ. അപ്പൊ അവർ ഒരു ബ്രാക്കറ്റ് പീരീഡ് ആരംഭിച്ചു. ബിലെയാമിന്റെ ഗൂഢാലോചന എന്ന് യൂദ പറയുന്നില്ലേ? അത് ഇവിടെ സംഭവിച്ച കാര്യത്തെ കുറിച്ചായി പറയുന്നേ. ബിലെയാമിന്റെ വഞ്ചന എന്ന് കേട്ടിട്ടില്ലേ? അത് ശിത്തീമിലായിരുന്നു സംഭവിച്ചത്. എന്തായിരുന്നു ബിലെയാമിന്റെ വഞ്ചന? അതാണ് സംഖ്യാപുസ്തകം 25:1. ഇസ്രായേൽ ജന ശിത്തീമിൽ പാർക്കുമ്പോൾ, വായിച്ചേ, സംഖ്യ 25:1. ഇസ്രായേൽ ജന ശിത്തീമിൽ പാർക്കുമ്പോൾ, ഇസ്രായേൽ ജനം ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാം? വേർപാടും വിശുദ്ധി, ആരാധന, അധികാരമുള്ളവൻ ശേഷം മനുഷ്യനെ പോലായി. അവന്റെ കുടുംബജീവിതം കുത്തഴിഞ്ഞതായി മാറി. അവന്റെ ജീവിതത്തിൽ അവൻ കാണിച്ച വാല്യൂസും മൂല്യങ്ങളും എല്ലാം അവൻ എന്ത് ചെയ്തു? ഉറക്കപ്പറ. കള്ളം പറയുന്നതിന് അവന് മടിയില്ലാതായി. വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതിന് അവന് മടിയില്ലാതായി. ക്ഷമിക്കാതിരിക്കുന്നതിന് അവന് മടിയില്ലാതായി. എന്താണോ മോവാബിയ സ്ത്രീകൾ, അവരുമായിട്ട് അവൻ എന്ത് ചെയ്തു? ഉറക്കപ്പറ. ശിത്തീമിൽ താഴ്ച സംഭവിച്ചു. ഇങ്ങനെ തകർന്നു കിടക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയാ, ഞാൻ ഈ ജനത്തെ ഞാൻ പുതുക്കും, ഈ ജനത്തെ ഞാൻ പുതുക്കും. ഇന്ന് രാത്രി ഒരു പുതുക്കം എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഇത് പുതുക്കം സംഭവിച്ചത് എപ്പോഴാ? യോശുവയുടെ കാലത്താ. യോശുവ തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ ജനത്തെ അഗ്രചർമ്മഗിരിയിൽ വെച്ച് പരിച്ഛേദന കഴിപ്പിച്ചു. യോശുവയ്ക്ക് മനസ്സിലായി, ഒരു പുതുക്കമില്ലാതെ ഇവർ കനാനിൽ എന്ത് ചെയ്യത്തില്ല, കേരളത്തിൽ. അതുകൊണ്ട് യോശുവ ഇവരെ ശുദ്ധീകരിച്ചപ്പം ചില അത്ഭുതങ്ങൾ ഇവരിൽ ആരംഭിക്കാൻ തുടങ്ങി. എന്താ ദൈവം അത്ഭുതമായിട്ട് ചെയ്തത്? 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യോശുവ 2:1. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന്. അപ്പൊ
രണ്ട് സ്പിരിച്വൽ ആത്മീക യുദ്ധത്തിന് വേണ്ടി രണ്ടുപേർ ഇറങ്ങിപ്പോവാ. ഇപ്പൊ എവിടെ നിന്ന്? അപ്പൊ ഷിത്തീമിൽ നിന്ന് ഇന്ന് ആരെ എഴുന്നേക്കാൻ തുടങ്ങി? സ്പൈ വർക്കേഴ്സ് എഴുന്നേക്കാൻ തുടങ്ങി. ഇന്നലെ കൂത്തുകാഴ്ചയായി മാറിയ ഷിത്തീമില്ലേ, ഇന്ന് അവിടുന്ന് ആരെഴുന്നേക്കാൻ തുടങ്ങി? അഭിഷേകത്തിന്റെ നിയോഗമുള്ള ആളുകൾ സഭകളുടെ അകത്തുനിന്ന് എഴുന്നേക്കും. നിങ്ങൾ ഈ രാത്രി ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? അധികാരമുള്ള ചില ദൈവദാസിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദേശത്തെ ഉറ്റുനോക്കുന്ന ചില അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഓരോ ദൈവമക്കളും പ്രവാചകന്മാരായി മാറും. ഓരോ പ്രിയപ്പെട്ടവരും അധികാരമുള്ളവരായിട്ട് മാറും. ഒന്നോ രണ്ടോ പേരിലേക്ക് ഒതുങ്ങിപ്പോകണ്ട ഒന്നല്ല പുതിയ നിയമ ശുശ്രൂഷ. ഒരു അനീഷ് തോമസിലോ ഒരു ജിജി സക്രിയയിലോ ഒന്നും ഒതുങ്ങേണ്ടതല്ല പുതിയ നിയമ ശുശ്രൂഷ. എല്ലാവരും അപ്പോസ്തലന്മാരും ഇടയന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ആരംഭിക്കുന്നത് ഏത് ഷിത്തീമിലാണോ പരാജയം സംഭവിച്ചത് ആ ഷിത്തീമിൽ നിന്ന് തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ആരംഭിക്കുന്നത്. നിന്റെ ലൈഫിലെ ഏറ്റവും അനുഗ്രഹമില്ലേ, വിജയമില്ലേ? ഓ, യെരിഹോവ് തകർന്നില്ലേ? അതിന്റെ ആരംഭം കുറിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന സ്ഥലമായി എന്തോ മാറുക. എനിക്ക് പണ്ടത്തെ പരാജയത്തെ കുറിച്ചല്ല പ്രസംഗിക്കാനുള്ളത്. എനിക്ക് പണ്ടത്തെ തോൽവിയെ കുറിച്ചല്ല പ്രസംഗിക്കാനുള്ളത്. എനിക്ക് പണ്ട് സംഭവിച്ച നാണത്തെ കുറിച്ചല്ല പ്രസംഗിക്കാനുള്ളത്. എനിക്ക് പറയാനുള്ളത് നാളെ ദൈവം ചെയ്യാൻ പോകുന്ന വിജയത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അസാധ്യമായ ചില മേഖലകള് ദൈവാത്മാവിന്റെ രാത്രികാലം വന്ന് ഒരു ഭയങ്കര അധികാരം വെളിപ്പെടുന്നുണ്ട്. ഒരു ഭയങ്കര അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം അതിനു വേണ്ടി നീ കൊതിക്ക്. അസാധാരണമായ ഒരു ആത്മപകർച്ചയിലേക്ക് ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ചില ദൈവമക്കളെ ഞാൻ കാണുന്നു. നിങ്ങളുടെ നേതൃത്വത്തിൽ ദേശശക്തികളുടെ ആധിപത്യങ്ങളെ തകർക്കുന്ന ഭയങ്കരമായ ഒരു ദൈവങ്ങളുടെ അധികാരം ഇന്ന് രാത്രികാലം, ഒരു വലിയ ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രികാലം തന്റെ ജനത്തിലൂടെ പകരുന്നത് എനിക്കറിയാം. സിസ്റ്ററെ, ഒരു ഉന്നത വിളിയാതെയോ വിളിച്ചിരിക്കുന്നത് നിന്നെ ഒരു പരുവത്തിൽ ഒരു പ്രത്യേക ബ്രാക്കറ്റിൽ ഒതുക്കാൻ നിൽക്കുന്ന അന്ധകാര ആധിപത്യത്തിന് മേൽ ഈ ദിവസങ്ങളിൽ ആത്മശക്തി ഏറ്റെടുത്ത് ഒന്ന് ചവിട്ടി കയറി വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവസഭയ്ക്ക് ഒത്തിരി അത്ഭുതകരമായി മാറുന്ന ഒരഭിമാനകരമായ നേട്ടത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയും. ഇതേ ശക്തി അടുത്ത ഒരു കാര്യത്തിന് കാരണമായി മാറി. എന്തിനു കാരണമായി മാറി? 3-ാം അധ്യായം. യോർദാൻ അരികെ 3:14 കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. പക്ഷെ ദൈവജനം ശിത്തീമിന്ന് പുറപ്പെട്ട് കാലെടുത്ത് യോർദാനിൽ കുത്തിയപ്പം എനിക്ക് സത്യത്തിൽ ഇതിനോട് കണക്ട് ചെയ്യാൻ ഒരു ദൂത് കൂടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെമ്പുന്നു. ഞാൻ പക്ഷെ അതിനകത്ത് കയറിയാൽ ഈ മണിക്കൂർ പോവും. പക്ഷെ എന്നാലും നിങ്ങളിതൊന്ന് അറിയണം. ആ വാക്യം ദൈവം പറയുന്ന ഒരു കാര്യം,
ഒന്ന് വായിച്ചേ, യെശയ്യാവ് 37:30 വായിച്ചേ. ഇതൊന്ന് എല്ലാവരും വായിച്ചേ. യെശയ്യാവ് 37:30 വായിച്ചേ. യെശയ്യാവ് 37:30. ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ തന്നെ കിളിർത്ത് വിളയുന്നതും തിന്നും. മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. മതി. And this shall be a sign for you. എന്താ? This year, ഇംഗ്ലീഷിൽ അത് ഇച്ചിരൂടെ നല്ലത്. NIV ഇച്ചിരൂടെ മനസ്സിലാകുന്ന പോലെ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ. ഈ വർഷം നീ താനെ കിളുക്കുന്നത് ചിലത് തിന്നും. അടുത്ത വർഷം അതിൽ നിന്ന് കിളുക്കുന്ന ചിലത് നീ തിന്നും. മൂന്നാമത്തെ വർഷം നീ വിതച്ചത് തിന്നും. മനസ്സിലാകുന്നുണ്ടോ ഇത്? മലയാളത്തിലെ പറഞ്ഞിരിക്കുന്നതിനകത്ത് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ പടുവിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പട്ടുപോയ വിത്ത്. പട്ടുപോയ വിത്ത് ഏതാണെന്നറിയാമോ? ഒരു വിത്തിലെ ആദ്യ ഫലമാണ് മിക്കവാറും പടുവിത്തായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നെൽച്ചെടിയിൽ ആദ്യം ഉണ്ടാകുന്ന വിത്ത് എപ്പോഴും ഇച്ചിരി ഇൻഗ്രീഡിയൻറ്റ് കൂടിയതാണ്, ഇച്ചിരി വലിപ്പം കൂടുതലാണ് അതിന്. മറ്റു വിത്തുകളിലൂടെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് നേരെ നിൽക്കുന്ന നെല്ലുചെടി എന്ത് ചെയ്യും? വളയും. ഇങ്ങനെ വളയുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ക്ഷുദ്രജീവി എലിയും പാമ്പും എല്ലാം കൂടെ എല്ലാ ദിവസവും ഇതിനെയിട്ട് തട്ടും. തട്ടി ഇത് പൂർണ്ണ വളർച്ചെത്തുന്ന ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയോ? ഇത് എന്നേക്കുമായിട്ട് ഞെടുപ്പേ. നിങ്ങൾ യജമാനൻ കണ്ടിരുന്നെങ്കിൽ ആദ്യം കളപ്പുരയ്ക്കകത്ത് കയറ്റേണ്ടത് ഇതായിരുന്നു. പക്ഷെ യോഗ്യത ഉണ്ടായിട്ടും ഇതെന്ത് ചെയ്തു പോയി? ഞെടുപ്പറ്റു പോയി. ഇതെവിടെ കിടക്കുക? ഇത് താഴെ കിടക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ മേളിൽ വന്ന് കൊയ്ത്ത് വിതയും കൊണ്ട് പോയി. ഇത് മാത്രം എവിടെ കിടക്കുക? പറ. സ്വത്രം. ഇതിൻ്റെ മേളിൽ പിന്നീട് എന്നാ വന്ന് കയറി കളകൾ കയറി മൂടി. ഇച്ചിരി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അടുത്ത കൊയ്ത്തിന് മുമ്പായിട്ട് അടുത്ത വിതയ്ക്ക് മുമ്പായിട്ട് നില ഒരുക്കുമ്പോൾ യജമാനൻ എന്ത് ചെയ്യും? ഉള്ള ചപ്പും ചവറും കാടും എല്ലാം കൂടെ ചെത്തി മാറ്റി വെച്ച് വലിയ കോലിട്ട് തല്ലും. എന്തിനാണെന്നറിയോ? ഏതെങ്കിലും വിത്ത് പോയിട്ടുണ്ടെങ്കിൽ അതവിടെ കിളുക്കാനായിട്ട് കോലിട്ട് തല്ലും. എന്നിട്ട് ട്രാക്ടർ കയറ്റി ഉഴുതിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചള്ള വെള്ളത്തിനകത്ത് ഇത് കയറ്റി വിടും. ഈ സമയത്തല്ല ഈ വിത്ത് വിചാരിക്കുക തീർന്നെന്ന്. ഇല്ല. കഴിഞ്ഞ നാളുകളിലെ ചൂട് ചെറിയ കാര്യമാണോ? മെയ് ജൂൺ മാസത്തിൽ അവർ കൊയ്യുന്നത്. പിന്നെ ഒക്ടോബർ നവംബർ മാസത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ? വിതയ്ക്കത്തുള്ളൂ. അടുത്ത 3 മാസം മധ്യപൂർവേഷ്യ ഭയങ്കര ചൂടാ. ഈ ചൂടത്ത് ഇല്ല, ഉണങ്ങത്തില്ല. ഇതിങ്ങനെ സ്റ്റിഫായി കിടക്കുക. പക്ഷേ നിനക്കൊരു സമയമുണ്ട്. നിന്റെ ഒരു സമയം, വെള്ളത്തിന്റെ ഗന്ധം അടിക്കുന്ന ഒരു സമയം നീ കിളിർക്കും. ഷബാര ലേവ്യ 25:5-11 പറയുന്നുണ്ട്. പടുവിത്തിൽ നിന്നൊരു കൊയ്ത്തുണ്ട്. ഒരു വിത്തിൽ നിന്ന് ഒരു കിളിപ്പല്ല. ഉറക്കെ പറ. ഒരു വിത്തിനകത്തുനിന്ന് ഒരു കിളിപ്പല്ല, ഒരു കൊയ്ത്ത്. ലേവ്യ 25:5-11 വായിച്ചാൽ മതി. പടുവിത്ത് കൊയ്യുമെന്നാ പറയുന്നത്. പടുവിത്ത് കൊയ്യും. നിനക്കൊരു കൊയ്ത്തുണ്ട്. ഉറക്കെ പറ. നിന്നെ ദൈവം ഒരു കിളിപ്പിന് വേണ്ടി വിളിച്ചതല്ല. നിന്റെ അകത്തിരിക്കുന്ന കാലിബർ, നിന്റെ അകത്തിരിക്കുന്ന സ്റ്റഫ്, നിന്റെ അകത്തിരിക്കുന്ന നിയോഗം ഒരു കിളിപ്പിന് വേണ്ടി ഉള്ളതല്ല. പറ. This is an ingredient for a harvest. ഇതൊരു ഹാർവസ്റ്റിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയന്റ്. ഈ വർഷം ഇത് കിളുക്കും. ഈ വർഷം ഇത് കിളുക്കും. കൊയ്ത്തിന് വേണ്ടി ഇത് കിളുക്കും. എന്നോട് വളരെ ശക്തമായി ദൈവാത്മാവ് പറയുക. ഇത് കിളുക്കും പ്രിയപ്പെട്ടവരെ. കൊയ്ത്തിന് വേണ്ടി ഇത് കിളുക്കും. ഒന്ന് വിശ്വസിക്കാവോ? കൊയ്ത്തിന് വേണ്ടി ദൈവം ഇതിനെ കിളിപ്പിക്കും. സപ്രസ് ചെയ്ത് കിടക്കുന്ന, ജാംഡായി കിടക്കുന്ന, ബൈൻഡായി കിടക്കുന്ന, ഒതുങ്ങി കിടക്കുന്ന ചിലതിനെ
ഈ രാത്രി ഒരു ഭയങ്കര അധികാരം ഇവിടെ ചലിക്കുന്നു. ൂടകെട്ടി വൈടകെട്ടി ചൂടവെട്ടി വേദികെട്ടി വൈടകെട്ടി ധാരണ. And in the second year, what springs from that? അതിൽ നിന്ന് ചിലത് കിളുക്കും. നീ ഒരു കിളുപ്പ് കൊണ്ട് അവസാനിക്കത്തില്ല. നിന്നിൽ നിന്ന് ചിലത് കിളുക്കും. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. കാൽവറയിൽ ഒരുത്തൻ ജുഡാര മരിച്ചു, കല്ലറയെ തോപ്പിച്ചവൻ ഉയർത്തു. അവനിൽ നിന്നൊരു സഭ പുറത്തു വന്നു രാജകീയ അധികാരത്തോട്. ഇതുപോലെ നിന്നിൽ നിന്നൊരു തലമുറ, നിന്നിൽ നിന്നൊരു തലമുറ. ശബാരാധാര ഒരു കൊയ്ത്ത്, ഒരു കൊയ്ത്ത് നിന്നിൽ നിന്നൊന്ന് ദൈവം അത് ചെയ്യാൻ പോവാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? And in the second year, what springs from that? അതിൽ നിന്നൊരു കിളിപ്പ്, അതിൽ നിന്നൊരു കൊയ്ത്ത്. ശബാരാധാര. ഈ ദൂതൊക്കെ മനസ്സിലായ എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഓ പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയെ അങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുക. നീ കിളുക്കും, നിന്നിൽ നിന്ന് കിളുക്കും. നീ കിളുക്കും, നിനക്ക് ശേഷം ഒരു തലമുറ. ഇത് നിങ്ങളുടെ ഇതൊന്നാക്കി മാറ്റാൻ എത്ര പേരുന്ന് രാത്രി തയ്യാറാ? ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, അങ്ങയുടെ ദാസന അധികാരത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവര് കിളുക്കട്ടെ, ഇവരിൽ നിന്ന് കിളുക്കട്ടെ. അത് കേവലം ഒരു കിളുപ്പല്ല, ഒരു കൊയ്ത്തിന് വേണ്ടിയുള്ളൊരു കിളുപ്പ്. ഈ കൂട്ടായ്മയെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നു അത് അതുപോലെ നിറവേറത്തക്ക നിലയിൽ ഒരു കൊയ്ത്തിന് വേണ്ടിയുള്ള കിളുപ്പ് ഞാൻ ഇന്ന് രാത്രി കൽപ്പിക്കുക. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി. കർത്താവിന് മഹത്വം.